അപ്പോൾ ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇന്ന് നമുക്ക് ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് അടിപൊളി കറി ഉണ്ടാക്കാം. കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിനൊക്കെ കൊണ്ടുപോകാൻ നല്ലതാക്കാം കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഉരുളക്കിഴങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇതാ ഞാൻ കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് വലിയ ജീരകമാണ് കേട്ടോ, അതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയാണ് കേട്ടോ, അതും ചതച്ചിട്ടാണ് എടുക്കുന്നത്, അതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ കറിവേപ്പിലയാണ് കേട്ടോ, നല്ല ഫ്രഷ് കറിവേപ്പിലയാണ്, അപ്പോൾ ഒടിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇതും ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. കറിവേപ്പില എത്ര വേണമെങ്കിലും നമുക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ കറിവേപ്പിൻ്റെയും ഈ വെളുത്തുള്ളിയുടെയും ജീരകത്തിൻ്റെ ഒക്കെ മണം നല്ലൊരു മണം കേട്ടോ. ഈ എണ്ണയിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു സ്മെല്ലാണ്. ഇനി ഇതിലേക്ക് ഇതാ നമ്മളെ ഗ്രാമ്പൊക്കെ പൊടിച്ചതാണ് കേട്ടോ, അതും ചേർത്ത് കൊടുക്കുക കുറച്ച്. പിന്നെ വേണ്ടത് മുളകും പൊടിയാണ് കേട്ടോ. ഇത് മുളകും പൊടി അവനവൻ്റെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, അതും കുറച്ച് ചേർത്ത് കൊടുക്കുക, ഒരു 4 സ്പൂണ് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം എണ്ണയ്ക്കാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലോണം എണ്ണയിലൊന്ന് ഒന്ന് കൂട്ടി വെക്കുക കേട്ടോ. തീയെ ഇവിടെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇതാ ഈ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇതാ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർക്കാൻ മറന്നതാണ്, ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. വെള്ളം ഒഴിച്ചാതെ നമുക്ക് ആവിക്ക് വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം കേട്ടോ. ചെറിയ തീ കൊടുത്താൽ മതി, ഇതെല്ലാം വെന്ത് വരും. ഒന്ന് വെന്ത് വരട്ടെ. അങ്ങനെ ഇതാ ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കായപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാൻ. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പുതിനൻ്റെ ഇലയാണ് കേട്ടോ. അത് നല്ലോണം ചെറുതായി അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മളെ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ടേസ്റ്റ് ഉണ്ട് വരിക കേട്ടോ. ഈ പുതിനൻ്റെ ഇലയൊക്കെ ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് കിട്ടും കേട്ടോ. നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് ചോറിലേക്ക് നല്ല കേട്ടോ, നമുക്ക് അപ്പത്തിലേക്കോ ചപ്പാത്തിക്കോ എന്തൊക്കെ വേണമെങ്കിലും കറിയായിട്ട് അതും ഉപയോഗിച്ചാൽ കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.